അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക, ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് താങ്കളോട് ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അത് കാണുന്നില്ല. ആ പോസ്റ്റ് മുക്കിയോ താങ്കൾ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അല്ല, പോസ്റ്റ് മാത്രമല്ല, ഫേസ്ബുക്ക് ആകെ ഈ പറയുന്ന റിപ്പോർട്ടിങ്ങിന്റെ പുറത്ത് എന്റെ പേജ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഫേസ്ബുക്ക് അല്ല, ഇൻസ്റ്റഗ്രാമിൽ താങ്കളുടെ അക്കൗണ്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. ഇൻസ്റ്റഗ്രാമിൽ താങ്കളുടെ അക്കൗണ്ട് അവിടെ ഉണ്ട്. ഹരിശ്രീ അശോകന്റെ ഒരു ഫോട്ടോയും പണ്ട് KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പോലെയുള്ള നാടകങ്ങളായിരുന്നു പാർട്ടി പരിപാടിയിൽ എന്ന് അപ്പൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ല, ഒന്ന് പറഞ്ഞേ എന്നേ ഉള്ളൂ എന്ന താങ്കളുടെ പോസ്റ്റ് ഇതാ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു, ഭാഗ്യം കൊണ്ട്. ഇപ്പൊ നോക്കുമ്പോ കാണാനില്ല. അതാ ഞാൻ ചോദിച്ച പോസ്റ്റ് മുക്കിയതാണോ എന്ന്. അല്ല, ആ പോസ്റ്റ് അല്ല, ഞാനിട്ട ആര്യ അങ്ങ് പേടിക്കണ്ട. ഞാനിട്ട പോസ്റ്റുകളിലോ ഞാൻ പറഞ്ഞ നിലപാടുകളിലോ ഇല്ല എന്ന് പറഞ്ഞ് മുങ്ങുന്ന ആളല്ല ഞാൻ. ഭയങ്കരം തന്നെ. അത് അങ്ങേക്ക് കൃത്യമായി അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഇതൊരു അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആകെ പോയി. ഇൻസ്റ്റഗ്രാമിൽ അത് മാത്രമല്ല, അതിനുശേഷം വന്നിരിക്കുന്ന 6 പോസ്റ്റുകളാണ് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങ് നോക്കിയാൽ മതി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് DGPക്കും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. മെറ്റയ്ക്കും പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളടക്കം മാതൃഭൂമി അടക്കം അത് വാർത്തയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മെറ്റ അക്കൗണ്ട് ഏതാണ്ട് നല്ല ഭൂരിപക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്. അതാണ് ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമിയും ചെയ്തിട്ടുണ്ട്. എടുത്തു നോക്കിയാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം ഈ പറയുന്നത് നാടകമാണ് എന്ന രീതിയിലായിരുന്നില്ല പുറത്തു വന്നിരുന്നത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയി എന്നുള്ള കാര്യം എനിക്ക് അറിവില്ലാത്ത കാര്യമാണ്. ഇൻസ്റ്റഗ്രാമിലെ ഈ നാടകത്തെ കുറിച്ച് മാത്രം പറയുന്ന താങ്കളുടെ ആ പരാമർശമുള്ള ഒരൊറ്റ പോസ്റ്റ് മാത്രമാണോ മെറ്റ ഡിലീറ്റ് ചെയ്തത്? അല്ല, അതിനുശേഷമുള്ള 3 പോസ്റ്റുകൾ. അതിനുശേഷം ഈ പറയുന്ന ഖലീഫ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അതാണെന്ന് പറഞ്ഞു വരുന്നത്. അതിനുശേഷം ഖലീഫ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നൗ അത് അവൈലബിൾ അല്ല. അതെന്താണ് അതിന്റെ വിഷയം, അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ പരാതിയുടെ സ്ക്രീൻഷോട്ട് അങ്ങേക്ക് അയക്കാം. നിങ്ങൾ പോകുന്നത് മുഖ്യമന്ത്രിക്കും DGPക്കും അയച്ച പരാതിയുടെ അതുണ്ട്. അതിൽ ഏത് പോസ്റ്റ്, ഇപ്പൊ ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റഗ്രാം ആണോ, താങ്കളുടെ പരാതി എന്താണെന്ന് ഇതിൽ എനിക്ക് വായിച്ച കാണാൻ കഴിയണില്ല. അത് പോട്ടെ, അത് നമുക്ക് വിടാം. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ നിലപാട് ഇതെന്താ പ്രശ്നമാണെന്നറിയോ? നമുക്ക് അതിലേക്ക് വരാം. വസന്ത് സിറിയക്ക, ഞാൻ ചോദിച്ചത് ഇപ്പം പണ്ട് KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന പോലെയുള്ള നാടകങ്ങളായിരുന്നു എന്ന് താങ്കൾ ഓർമ്മിപ്പിക്കുന്നത് ആരെയാണ്? എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം പറ. അല്ല, അതിലെന്താ തെറ്റ്? പണ്ട് KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ താങ്കളുടെ മെയിൽ എനിക്ക് അയച്ച മെയിലിൽ 2:49 എന്നുള്ള സമയമാണ്. ഞാൻ താങ്കളുടെ പോസ്റ്റ് അല്ലെ, ആ സ്ക്രീൻഷോട്ടിൽ സമയത്തിന്റെ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ്. കുഴപ്പമില്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് അയച്ച പരാതിയും അത് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടാണ്, ഇൻസ്റ്റഗ്രാമുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇപ്പൊ താങ്കൾ ഈ എഴുതിയ മെറ്റ ഡിലീറ്റ് ചെയ്ത താങ്കളുടെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ, താങ്കൾ മെറ്റ ഡിലീറ്റ് ചെയ്ത താങ്കളുടെ ഈ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ ആര്യ എന്തിന്റെ പുറത്താ പറഞ്ഞേ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. അല്ല, ഞാൻ മെറ്റ ഡിലീറ്റ് ചെയ്തതാണ് പറഞ്ഞത്. അല്ലതേ, ഞാൻ അതാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പൊ ആര്യ ഡിലീറ്റ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ആര്യ ഡിലീറ്റ് ചെയ്തെന്നാ അങ്ങ് പറഞ്ഞത്? മെറ്റ കേട്ടില്ല. മെറ്റ ഡിലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ആര്യ, ഞാൻ വളരെ കൃത്യമായി എന്റെ നിലപാട് ഞാനിത് പറയട്ടെന്ന്, ഇത് പറയാനുള്ള അവസരം ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ താങ്കൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലെയുള്ള നാടകങ്ങളായിരുന്നു, അതായത് പണ്ട് പാർട്ടി പരിപാടിയിൽ എന്ന് അപ്പൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ മിസ നാടകവും ഞാൻ വിചാരിക്കുകയാണ് ഇപ്പൊ മിസ നാടകവുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ. 24-22 മണിക്കൂർ മുൻപാണ് താങ്കൾ ഇത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ,
എന്തിനാണ് ഇങ്ങനെ ഒരു ഉപദേശം? ഈ ഓർമ്മ എന്തിനാണ്? അല്ല, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് അങ്ങ് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലെ സമയവുമായി ബന്ധപ്പെട്ട് പോയത്. ഇനി അതിന്റെ ഉത്തരം പറയാം. എൻ്റെ അപ്പൻ ഒരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അതിനൊന്നും ഇല്ലേ? ഈ പറയുന്ന ഗ്രഹാം സ്റ്റെയിനിനെ കൊല ചെയ്ത സമയത്ത് RSSകാരാകെ ക്രിസ്ത്യാനികളെ മുഴുവൻ തേടിപ്പിടിച്ച് കൊന്നുകളയുമെന്ന് ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഇതാ അങ്ങനെ തേടിപ്പിടിച്ച് ബുദ്ധിമുട്ടുണ്ട എന്ന് പറഞ്ഞ് കൈയുടെ ഇവിടെ പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കുരിശ്, അതായത് ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇതാ ഇവിടെ കുരിശ്, അന്നത്തെ കാലത്ത് പച്ച കുത്തുന്നത് വളരെ വിരളമാണ്, പച്ച കുത്തി പരസ്യമായി റോട്ടിൽ ഇറങ്ങി നടന്നിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയമൊന്നും എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കൃത്യമായി ബോധ്യമുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇടതുപക്ഷം ലെഫ്റ്റ് എന്ന് പറയുന്നത് CPM അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത്. ഭയങ്കരം തന്നെ. അദ്ദേഹത്തിന് അത് CPM ആണ്, അന്നത്തെ CPM ആണ് എന്ന് ബോധ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം, ആ മോഡൽ നാടകങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ആ പോസ്റ്റിടുന്ന സമയത്ത് അടക്കം ഇത് മിസ് എന്ന് പറയുന്ന നാടകം ആദ്യം ഇത് പ്രചരിക്കപ്പെട്ടത്, അതായത് ഈ വിഷ്വൽ അടക്കം പ്രചരിക്കപ്പെട്ടത് ഈ ഡിവൈഫൈയുടെ പ്രോഗ്രാമിലെ ഒരു ഡാൻസ് എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഇപ്പോൾ അതിൽ എൻ്റെ വ്യക്തിപരമായ നിലപാടല്ല, കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി, സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രി ശ്രീ PC വിശ്വനാഥ് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ആ നാടകം അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതിൽ ഏതർത്ഥത്തിലാണ് അത് അവതരിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് സംഘാടക സമിതിയാണ്, അല്ലെങ്കിൽ നാടക സമിതിയാണ്. അവരത് അവതരിപ്പിക്കുന്നതിന് സമ്പൂർണ്ണമായ പിന്തുണ ഏതായാലും കോൺഗ്രസ് കൊടുക്കും, ഇവിടെ ഭരിക്കുന്ന സർക്കാർ കൊടുക്കും, സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്നേ പറയൂ, സാംസ്കാരിക വകുപ്പ് കൊടുക്കും. അതാണ് പാർട്ടിയുടെ നിലപാട്, അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ ഡിവൈഫൈയോടൊക്കെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, 75-ലെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു അടിയന്തരാവസ്ഥയും ഇല്ലാത്ത കാലത്ത് ഗ്രഹാം സ്റ്റെയിനെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ കൽബുർഗിയെയും ഒക്കെ കൊല്ലുന്നതും, പിന്നീട് ഇതെല്ലാം നോക്കി നിൽക്കുമ്പോൾ മണിപ്പൂരിൽ യാതൊരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയും ഇല്ലാത്തപ്പോൾ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടേണ്ടി വരുന്ന നരേന്ദ്രമോദി കാലത്തെ പറ്റി കൂടെയൊക്കെ സംസാരിച്ചാൽ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നന്നായിരിക്കും എന്നൊരു സജഷൻ കൂടി അവരുടെ മുമ്പിൽ വെക്കാനുണ്ട്. അതെന്തുകൊണ്ടാണ് പറയാനുള്ള ആർജവം അവർക്ക് ഇല്ലാത്തത് എന്ന ചോദ്യവും അവശേഷിക്കപ്പെടുന്നു. ഇവനെന്ത് വിവരക്കരാ ചോദിക്കണേ? CPM അവർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന സാംസ്കാരിക രംഗത്തെയും അവർക്ക് അനുകൂലമായി എഴുതുന്നവരെയും എല്ലാ കാലത്തും പുലർന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇപ്പൊ ഞാൻ വേണമെങ്കിൽ എന്റെ ഫേസ്ബുക്ക് നഷ്ടപ്പെട്ടോണ്ട് എത്ര പോസ്റ്റ് CPM ഹാൻഡിലുകളിൽ നിന്നുള്ള എടുത്ത് കാണിച്ചു തരാം. ഖലീഫ സിനിമ, എങ്ങനെ ഖലീഫ സിനിമ കാണാൻ ഇവർക്ക് പറ്റും? ഞാൻ ഇന്നലെ ഷാജറിനോട് 24 ഇരുന്നപ്പോ പറയുകയും ചെയ്തു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.